1.5 മാസത്തിനിടെ സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും 4ാം തവണ മുഖാമുഖം. കോപ്പ ദെൽ റേ സെമിയിൽ ഇരുവരും ഹോം ഗ്രൗണ്ടുകളിൽ കരുത്തു കാട്ടിയപ്പോൾ 3 നാൾ മുമ്പ് സ്പാനിഷ് ലീഗിൽ ബാഴ്സ ജയിച്ചുകയറി. ഇനിയംഗം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിൽ. ബാഴ്സയുടെ തട്ടകമായ ക്യാമ്പ് നൗവിലാണ് ആദ്യപാദം. സ്പാനിഷ് ലീഗിലെ മിന്നും കുതിപ്പം കഴിഞ്ഞ മത്സരത്തിലെ ജയവും കറ്റാലൻസിന് കരുത്തേക്കും. റഫീഞ്ഞയുടെ പരിക്കേൽപ്പിച്ച കനത്ത പ്രഹരം ലെമീൻ യമാൽ റോബർട്ട് ലെവൻഡോസ്കി ജോഡിയിലൂടെ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സ. ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ടുകളിൽ ഏറ്റുമുട്ടിയ 2 തവണയും ബാഴ്സയെ മറികടന്ന ചരിത്രമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റേത്. സീസണിൽ 8 തവണ നിറയൊഴിച്ച അർജന്റൈൻ സ്ട്രൈക്കർ ഹൂലിയൻ അൽവാരസിന്റെ ബൂട്ടുകളിലാണ് ടീമിന്റെ ഗോൾ പ്രതീക്ഷകൾ. മറ്റൊരു മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ PSG മുൻ ചാമ്പ്യന്മാരായ ലിവർപൂളിനെ നേരിടും. റയലിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് നിലനിർത്തുന്ന സംഘമാവാനുള്ള കുതിപ്പിലാണ് PSG. ഉസ്മൈൻ ഡെംബേലെ നയിക്കുന്ന മുന്നേറ്റ നിരയും അഷ്റഫ് ഹക്കീമി നയിക്കുന്ന പ്രതിരോധവും മിന്നും ഫോമിലാണ്. അതേസമയം ആഭ്യന്തര കിരീട പോരാട്ടങ്ങളിലെല്ലാം വീണ ലിവർപൂളിന്റെ ഏക പ്രതീക്ഷ ചാമ്പ്യൻസ് ലീഗാണ്. എന്നാൽ കഴിഞ്ഞ 7-ൽ 4 മത്സരങ്ങളിലും തോറ്റ ചെമ്പടയ്ക്ക് താരങ്ങളുടെ ഫോം ഔട്ടും പരിക്കും തലവേദനയാകുന്നു. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.